ഹലോ, വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറിക്സ്. നമ്മുടെ സെറ്റ് ഹിസ്റ്ററി PYQ ഡിസ്കഷൻ്റെ 4ാമത്തെ സെഷനാണിത്. ഇതിന് മുൻപ് നമ്മൾ 3 സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് അത് കാണുക. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന അടുത്ത 20 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: പോയിന്റ് ഔട്ട് ദ മുഗൾ പാദ്ഷാ ഹൂ വാസ് നോൺ ദ കോൺകറർ ഓഫ് ദ വേൾഡ് ബൈ ഹിസ് നെയിം. പേരുകൊണ്ട് ലോകം മുഴുവൻ കീഴടക്കിയവൻ എന്നർത്ഥമുള്ള ആ ഒരു പേരുള്ള മുഗൾ പാദ്ഷാ അല്ലെങ്കിൽ മുഗൾ എംപറർ ആര് എന്നതാണ്. ഓപ്ഷൻ എ അക്ബർ, ഓപ്ഷൻ ബി ജഹാംഗീർ, ഓപ്ഷൻ സി ഔറംഗസീബ്, ഓപ്ഷൻ ഡി ബഹദൂർ ഷാ. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ബഹദൂർ ഷാ എന്നുള്ളതാണ്. നിങ്ങൾ ആൻസർ കമൻറ്റ് ബോക്സിൽ പറയാട്ടോ. നിങ്ങളുടെ ഒരു നോളജിൻ്റെ ബേസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പോസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. നല്ലൊരു പ്രാക്ടീസാണ്. ഓക്കെ, ഫൈൻ. സോ ജഹാംഗീർ ആണ് ശരിക്കും ലോകം കീഴടക്കിയവൻ എന്ന അർത്ഥമുള്ള പേരിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്. ശരിക്കുള്ള ജഹാംഗീറിൻ്റെ പേര് എന്ന് പറയുന്നത് ബർത്ത് നെയിം എന്ന് പറയുന്നത് ഇറ്റ് വാസ് സലീം എന്നുള്ളതാണ്. സലീം ചിഷ്ടിയുടെ അനുഗ്രഹത്തിന് കൊണ്ടാണ് അക്ബറിന് ജഹാംഗീർ എന്നുള്ള മകൻ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് സലീം എന്നുള്ള പേരിട്ടത് എന്നൊക്കെയാണ് കഥ. ആൻഡ് ഇവിടെ ഇതുപോലത്തെ പേരുള്ള 1-2 ആൾക്കാരോട് പറയാം. ഷാജഹാൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഷാജഹാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ചക്രവർത്തി എന്നുള്ളതാണ് ഷാജഹാൻ. ആൻഡ് ഹുമയൂൺ, അടുത്തൊരു പേരുകാരനാണ് ഹുമയൂൺ എന്ന് പറയുന്നത്. ഹുമയൂൺ എന്ന പേരിൻ്റെ അർത്ഥം ഭാഗ്യവാൻ എന്നുള്ളതാണ്. പക്ഷേ മുഗൾ ചരിത്രത്തിൽ ഏറ്റവും നിർഭാഗ്യവാനായ ചക്രവർത്തി എന്നറിയപ്പെടുന്നതും ഹുമയൂൺ എന്നുള്ളതാണ്. ആൻഡ് ഔറംഗസീബ് അദ്ദേഹത്തിൻ്റെ ആലംഗീർ എന്നുള്ളൊരു പേരുണ്ട്. ആ പേര് പ്രകാരവും ലോകം കീഴടക്കിയവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ പിടിച്ചടക്കിയവൻ എന്നുള്ള അർത്ഥം തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് 2ാമത്തെ ചോദ്യം നോക്കാം. 2ാമത്തെ ചോദ്യം ഇതാണ്: കൊളോണിയൽ പെനിട്രേഷൻ സ്റ്റാർട്ടഡ് ഇൻ ഏഷ്യ ഓൺ ദ ബേസിസ് ഓഫ് ദ മാപ്പ് പ്രിപ്പയർഡ് ബൈ. അതായത് ഈ ഒരു ഏഷ്യയിലേക്കുള്ള യൂറോപ്യൻസിൻ്റെ വരവ് ശരിക്കും തുടങ്ങിയത് ആര് പ്രിപ്പയർ ചെയ്തിട്ടുള്ള മാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അവരെങ്ങോട്ട് വരാനായിട്ട് ഇൻസ്പയർ ചെയ്തത് ആര് എന്നുള്ളതാണ്. ഓപ്ഷൻ എ പ്ലിനി, ഓപ്ഷൻ ബി ഹുയാങ്സാങ്, ഓപ്ഷൻ സി മാർക്കോപോളോ, ഓപ്ഷൻ ഡി ഫാഹിയാൻ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മാർക്കോപോളോ എന്നുള്ളതാണ്. മാർക്കോപോളോ ഇത്തരത്തിൽ ഒരു ഏഷ്യനെ സംബന്ധിച്ച് ഒരുപാട് ഇവിടുത്തെ ട്രേഡിൻ്റെ, ഇവിടുത്തെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറനെയൊക്കെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ശരിക്കും ഒരുപാട് യൂറോപ്യൻ ട്രാവലേഴ്സ് ഇങ്ങോട്ടേക്ക് വരാൻ ഇൻസ്പയർഡ് ആയി എന്നുള്ളതാണ്. അദ്ദേഹം ഒരു മാപ്പൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്ലിനിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ് ആയിരുന്നു. നാച്ചുറൽ ഹിസ്റ്ററി ഒക്കെ എഴുതിയിട്ടുള്ളത് പ്ലിനി ആണ്. പിന്നെ ഹുയാങ്സാങ് അതുപോലെ തന്നെ ഫാഹിയൻ, രണ്ടുപേരും ചൈനീസ് ട്രാവലേഴ്സ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആൻഡ് മാർക്കോപോളോനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ he was a Venetian traveler and he came to India in the 13th century. 13ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ഇറ്റാലിയൻ അല്ലെങ്കിൽ ഒരു വെനീഷ്യൻ ട്രാവലർ ആയിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ എക്സാമിന് നമുക്ക് ആവശ്യമുള്ള സംഗതികളാട്ടോ. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. The earliest resistance against the colonial rule in Kerala started. അതായത് കൊളോണിയൽ റൂളിനെതിരെ ആദ്യമായിട്ട് കേരളത്തിലൊരു റെസിസ്റ്റൻസ് ഉണ്ടായത് എവിടെ എന്നുള്ളതാണ്. സോ ഇവിടെ കൊളോണിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ കൊളോണിയലിസം അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ മുതൽ ഇവിടെ മീൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ മുതലേ കൊളോണിയലിസം ആണ് എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കാലിക്കറ്റ്, ഓപ്ഷൻ ബി കൊച്ചിൻ, ഓപ്ഷൻ സി കുണ്ട്ര, ഓപ്ഷൻ ഡി തിരൂർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കാലിക്കറ്റ് എന്നുള്ളതാണ്. കാലിക്കറ്റിൽ ജമോറിൻ്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർക്കെതിരെ 16th സെഞ്ച്വറി 16ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസിനെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ കൊച്ചി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. കൊച്ചി വാസ് എ ഫ്രണ്ട് ഓഫ് പോർച്ചുഗീസുകാരുടെ ഒരു സുഹൃത്ത് രാജ്യമായിരുന്നു കൊച്ചി എന്ന് പറയുന്നത്. പിന്നെ കുണ്ട്ര റിവോൾട്ട് അല്ലെങ്കിൽ കുണ്ട്ര പ്രൊക്ലമേഷൻ ഒക്കെ നടക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ 1809-ലൊക്കെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ അത് മനസ്സിലാക്കിയേക്കുക. പിന്നെ തിരൂരൊക്കെ വരുന്നത് മലബാർ റെബല്ലിൻ്റെ സമയത്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു ചോദ്യം നോക്കാം. Who said the revolt of 1857 was neither the first war of independence nor a mere Sepoy mutiny? ഇതൊരു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ആ ഒരു നാഷണലിസ്റ്റ് സ്റ്റാൻഡിനെ എതിർക്കുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു സ്റ്റാൻഡ് പോയിന്റ് ആയിരുന്ന ഷിപ്പോയ് മ്യൂട്ടിനെയും എതിർക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്ന ആർക്കാണ്? ഓപ്ഷൻ എ താരാചന്ദ്, ഓപ്ഷൻ ബി ആർ സി മജുംദാർ, ഓപ്ഷൻ സി ആർ ശർമ്മ, ഓപ്ഷൻ ഡി JN സർക്കാർ.
ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി RC മജൂംദാർ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് ഫസ്റ്റ് വാറും ആയിരുന്നില്ല, അതുപോലെ തന്നെ ഇത് ശിപായി മ്യൂട്ടനിയുമായിരുന്നില്ല. ഈ ഒരു രീതിയിൽ നൈദർ ഫസ്റ്റ് നോർ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ഇതിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരുന്നു എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത് ദാറ്റ് ഈസ് VD സവർക്കർ എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഇതിനെ ഫസ്റ്റ് വാർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സവർക്കറിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവിനെ റിജക്റ്റ് ചെയ്യാണ് ആര് ചെയ്തിട്ടുണ്ടായിരുന്നത്, RC മജൂംദാർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത ഒരു ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ദ പോളിഗാർ ചീഫ്റ്റൈൻ ഓഫ് നെൽക്കട്ടൻചേവൽ ഹൂ ലെഡ് ദ ഏർലി റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ദ സൗത്ത്. ഈ ഒരു നെൽക്കട്ടൻചേവൽ എന്ന റീജിയണിലെ പോളിഗാർ ആരായിരുന്നു എന്നുള്ളതാണ്. ഈ പോളിഗാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ സൗത്തിൽ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വീരപാണ്ഡ്യ കട്ടബൊമ്മനായിരുന്നോ, അല്ല മരുത് പാണ്ഡ്യനായിരുന്നോ, അതുമല്ല പുലിദേവനായിരുന്നോ, അല്ലെങ്കിൽ യൂസുഫ് ഖാൻ ആയിരുന്നോ? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ സി പുലിദേവൻ എന്നുള്ളതാണ്. സോ ഈ ഒരു നെൽക്കട്ടൻചേവലിലെ പോളിഗാർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് പുലിദേവൻ എന്നുള്ളതാണ്. ആൻഡ് ഈ പുലിദേവൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹി ഫോട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ആൻഡ് ദ ബ്രിട്ടീഷ് അലൈ യൂസുഫ് ഖാൻ. ഈ ഒരു യൂസുഫ് ഖാനെതിരെയും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു, ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും ഓർത്തു വെക്കുക. യൂസുഫ് ഖാൻ എന്ന് പറഞ്ഞാൽ ഹി വാസ് ആൻ അലൈ ഓഫ് ദ ബ്രിട്ടീഷ്. ഇനി അടുത്ത ചോദ്യമാണ്: ദ ഫസ്റ്റ് പാർലമെന്ററി എനാക്ട്മെന്റ് ഓൺ ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുകളിൽ ഒരു ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഒരു നിയമം വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എനാക്ട്മെന്റ് വരുന്നത് ഏത് ആക്ടോട് കൂടിയിട്ടാണെന്നുള്ളതാണ്. ഫസ്റ്റ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്, ബി റെഗുലേറ്റിംഗ് ആക്ട്, സി പിറ്റ്സ് ഇന്ത്യ ആക്ട്, ഡി ചാർട്ടർ ആക്ട്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി റെഗുലേറ്റിംഗ് ആക്ട് എന്നുള്ളതാണ്. 1773 എന്ത് റെഗുലേറ്റിംഗ് ആക്ട് വരുന്നത്. റെഗുലേറ്റിംഗ് ആക്ട് ആണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്. പിന്നീട് ഒരുപാട് ചാർട്ടർ ആക്ടുകൾ വരുന്നുണ്ട്. മൊത്തം 4 ചാർട്ടർ ആക്ടുകളാണ് ഉണ്ടായിരുന്നത്. 1793 ആൻഡ് 1813, 1833, 1853 ഈ വർഷങ്ങളിലൊക്കെ ചാർട്ടർ ആക്ടുകൾ വരുന്നുണ്ട്. പിന്നെ ക്വീൻ വിക്ടോറിയാസ് പ്രൊക്ലമേഷൻ വരുന്നുണ്ട് 1858. അതിനുശേഷം ഒരുപാട് കൗൺസിൽസ് ആക്ടുകൾ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് നമ്മുടെ എന്താണ് പറയല് ഈ ഒരു 20th സെഞ്ച്വറിയിലും ഒരുപാട് ആക്ടുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്: ദ ഇന്ത്യൻ ഹൈക്കോർട്ട്സ് ആക്ട് വാസ് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെന്റ് ഇൻ. ഏത് വർഷത്തിലാണ് ഇന്ത്യൻ ഹൈക്കോർട്ട്സ് ആക്ട് പാസ്സാക്കുന്നത്? 1860, 1861, 1858, 1905. ഇതിലേത് വർഷത്തിലാണ് ഇന്ത്യൻ ഹൈക്കോർട്ട്സ് ആക്ട് പാസ്സാക്കുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി 1861 എന്നുള്ളതാണ്. 1861 കൗൺസിൽ ആക്ടുമായിട്ടൊക്കെ അനുബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഹൈക്കോർട്ട്സ് ആക്ടും വരുന്നുണ്ട്. ആൻഡ് പിന്നീട് 1911 എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹൈക്കോർട്ട്സ് ആക്ടിനെ അമെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് നോക്കുന്നത്. ദ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട, അല്ലെങ്കിൽ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ്റെ മാഗ്ന കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് എന്ന് കേട്ടിട്ട് പെട്ടെന്ന് മെക്കാളെ മിനിറ്റിലേക്ക് മെക്കാളേസ് ഡെസ്പാച്ചിലേക്ക് അല്ലെങ്കിൽ മെക്കാളെ മിനിറ്റ്സിലേക്ക് പോകണ്ട. ഓപ്ഷൻസ് നോക്കാം. മെക്കാളെ ഡെസ്പാച്ച്, ബി ഹണ്ടർ കമ്മിറ്റി റിപ്പോർട്ട്, സി വൂഡ്സ് ഡെസ്പാച്ച്, ഡി റലേ കമ്മീഷൻ. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി വൂഡ്സ് ഡെസ്പാച്ച് എന്നുള്ളതാണ്. വൂഡ്സ് ഡെസ്പാച്ച് ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1854, 1854 മെക്കാളെ മിനിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളതിന് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയതാണ് മെക്കാളേസ് മിനിറ്റ് അല്ലെങ്കിൽ മെക്കാളേസ് ഡെസ്പാച്ച് എന്ന് പറയുന്നത് 1835. അതുവരെ ഓറിയൻ്റൽ ഓക്സിഡൻ്റൽ കോൺട്രവേഴ്സി അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ട്രഡീഷണൽ സാൻസ്ക്രിറ്റ് പേർഷ്യൻ എഡ്യൂക്കേഷൻ കൊടുക്കണോ, അതല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊടുക്കണോ എന്നുള്ള ആ ഒരു ഡിസ്കഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. ഫൈനലി അത് തീരുമാനമാവുന്നത് 1835 മെക്കാളെ മിനിറ്റ്സ് പ്രകാരമാണ്. ആ സമയത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ലോർഡ് വില്യം ബെൻഡിക്. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കുക.
വില്യം ബെൻഡിക്കാണ് ഈ ഒരു കോർട്ടിലെ ലാംഗ്വേജ് പേർഷ്യൻ ഉണ്ടായിരുന്നതിനെ ഇംഗ്ലീഷായിട്ട് റീപ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഇനി ഹണ്ടർ കമ്മിറ്റി എന്ന് പറയുന്നത് 1882 എന്ത് ഹണ്ടർ കമ്മിറ്റി വരുന്നത്. ഇതിനകത്തുള്ള റലേഗ് കമ്മീഷൻ വരുന്നത് ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 1902 1902 വരുന്നത്. ആൻഡ് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് കഴ്സന്റെ സമയത്താണ് യൂണിവേഴ്സിറ്റീസ് ആക്ട് വരുന്നത്. അതൊക്കെ കൊണ്ടുവരുന്നത് ഈ റലേഗ് കമ്മീഷന്റെ റെക്കമെൻഡേഷനിലൂടെയാണ് എന്നുള്ളതും ഓർത്ത് വെക്കുക. ഇനി അടുത്ത ഒരു ചോദ്യമുള്ളത്, ദ സ്വദേശി സ്റ്റീം നേവിഗേഷൻ കമ്പനി SSNC, ഓക്കെ, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി വാസ് സ്റ്റാർട്ടഡ് ബൈ, ആരാണ് അത് തുടങ്ങിയത് എന്നുള്ളതാണ്. സുബ്രഹ്മണ്യ ശിവ, സുബ്രഹ്മണ്യ ഭാരതി, വാഞ്ചി അയ്യർ, VO ചിദംബരം പിള്ള. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, VO ചിദംബരം പിള്ള എന്നുള്ളതാണ്. ഈ VO ചിദംബരം പിള്ള 1906 എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തുടങ്ങുന്നത്. ഒരു എന്താണ് പറയല്, ഈ എന്താണ് പറയല്, ഒരു കപ്പൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയില്ലേ, അതിന് അദ്ദേഹത്തിൻ്റെ ഒരു മലയാളത്തിലുള്ള ഒരു യൂസേജ് ആണ് കപ്പലോട്ടിയ തമിഴൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വി ചിദംബരം പിള്ളയെ ആണ് എന്നുള്ളതാണ്. സോ ബ്രിട്ടീഷ് സ്റ്റീം നാവിഗേഷനെതിരെ അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഈ ഒരു സ്വദേശി മൂവ്മെൻറ്റിൻ്റെ സമയത്ത് VO ചിദംബരം പിള്ള തുടങ്ങിയിട്ടുള്ളതാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ദ ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ബൈ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് തുടങ്ങിയ ന്യൂസ് പേപ്പർ ഏത്? ബംഗാൾ പത്രിക, സംബാദ് കൗമുദി, ബംഗാൾ കൗമുദി, സതി എന്തായാലും അല്ല. പിന്നെ ബാക്കി ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, സംബാദ് കൗമുദി എന്നുള്ളതാണ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1821. ഓക്കെ, ഇനി ഈ രാജാറാം മോഹൻ റോയിൻ്റെ പബ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുന്നത് എക്സാമിൻ്റെ ഒരു ആസ്പെക്റ്റിൽ വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഇതാണ് എന്നുള്ളതാണ്. 1804 അദ്ദേഹം തുഹ്ഫത്തുൽ മുവഹിദീൻ, അറിയാലോ, തുഹ്ഫത്തുൽ മുവഹിദീൻ എന്ന് വെച്ചാൽ എ ഗിഫ്റ്റ് ടു മോണോതീസ്റ്റ്, ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് 1820 അദ്ദേഹത്തിൻ്റെ പ്രിസെപ്റ്റസ് ഓഫ് ജീസസ് വരുന്നുണ്ട്. ജീസസിൻ്റെ കൽപ്പനകൾ എന്നൊക്കെ പറയുന്ന പ്രിസെപ്റ്റസ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞൊരു വർക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാജാറാം മോഹൻ റോയുടെ സംബാദ് കൗമുദി വരുന്നുണ്ട്. അതുപോലെ തന്നെ 1822 മിറാത്തുൽ അക്ബർ, മറ്റൊരു പബ്ലിക്കേഷനാണ് മിറാത്ത് ഉൽ അക്ബർ. ഇതും രാജാറാം മോഹൻ റോയിൻ്റെ തന്നെയാണ്. പിന്നെ രാജാറാം മോഹൻ റോയ് എന്ന് പറയുമ്പോൾ സതിക്കെതിരെ സമരം നടത്തിയിട്ടുള്ള ആളാണ്. 1829 സതി, വില്യം ബെൻഡിക്കാണ് സതി അബോളിഷ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കാരണക്കാരൻ അല്ലെങ്കിൽ അതിൻ്റെ കാരണഭൂതർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് രാജാറാം മോഹൻ റോയ് തന്നെയായിരുന്നു. അതിൻ്റെ രാജാറാം മോഹൻ റോയിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് ഭാഷകൾ അറിയുമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു മിറാത്തുൽ അക്ബർ, അതുപോലെ തന്നെ തുഹ്ഫത്തുൽ മുവഹിദീൻ, ഇതൊക്കെ പേർഷ്യൻ ലാംഗ്വേജിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. ആൻഡ് വേദിക് സാൻസ്ക്രിറ്റ് ഒക്കെ അദ്ദേഹം പഠിച്ച് ഈ വേദാസിനെയൊക്കെ വെച്ചിട്ട് തന്നെ അവിടെയുള്ള ട്രഡീഷണലിസ്റ്റുകൾ അദ്ദേഹം കൗണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. പോയിന്റ് ഔട്ട് ദ വാച്ച് വേർഡ് വിച്ച് വാസ് നോട്ട് ദെയർ ഇൻ ദ തിയോസോഫിക്കൽ സൊസൈറ്റി. തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ വാച്ച് വേർഡ് അല്ലാത്തത് ശക്തിയാണോ, ഭക്തിയാണോ, ബുദ്ധിയാണോ, മുക്തിയാണോ? ഇവിടുത്തെ ഭക്തി എന്ന് വെച്ചാൽ ഡിവോഷൻ എന്നുള്ളതാണ്. ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് തിയോസോഫിക്കൽ സൊസൈറ്റി. ബുദ്ധി എന്ന് വെച്ചാൽ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, ബുദ്ധി, ഓക്കെ, അതും തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഒരു ഭാഗമായിരുന്നു. ആൻഡ് മുക്തി എന്ന് വെച്ചാൽ സാൽവേഷൻ, അതും ഈ പറഞ്ഞ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഒരു വാച്ച് വേർഡ് തന്നെയായിരുന്നു. ഇനി അതിൽ പെടാത്തത് ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ എ, ശക്തി എന്നുള്ളതാണ്. തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ അകത്ത് ശക്തിക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി തിയോസോഫിക്കൽ സൊസൈറ്റീനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയേണ്ട സംഗതിയാണ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1875. 1875 തിയോസോഫിക്കൽ സൊസൈറ്റി ഫോം ചെയ്യുന്നത്. ഇതേ വർഷത്തിൽ തന്നെയാണ് എന്തും ഫോം ചെയ്തിട്ടുള്ളത്, ആര്യ സമാജും ഫോം ചെയ്തിട്ടുള്ളത് ബോംബെയിൽ വെച്ചിട്ട്. തിയോസോഫിക്കൽ സൊസൈറ്റി ഫോം ചെയ്യുന്നത് ആക്ച്വലി ഇറ്റ് വാസ് ദെയർ ഇൻ ന്യൂയോർക്കിലായിരുന്നു. ആൻഡ് ഇത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് മാഡം
മാഡം H.P. Blavatsky and Colonel Olcott. Okay. അപ്പോൾ ഓൾക്കോട്ടും ബ്ലാവറ്റ്സ്കിയുമാണ് ഇത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് 1875 ന്യൂയോർക്കിലാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യണം, ഈസ്റ്റേൺ റിലീജിയനെ സംബന്ധിച്ച് അവിടുത്തെ ഈ ഒരു ഡിവോഷനൊക്കെ സംബന്ധിച്ച് പഠിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ആൻഡ് പിന്നീട് ഈ ഒരു തിയോസോഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന മൂവ്മെൻറ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ഇവിടെ പോപ്പുലർ ആക്കുകയും ചെയ്യുന്നത് ഇറ്റ് വാസ് ആനി ബെസന്റ്. അറിയാലോ, ആനി ബെസന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഏഷ്യൻ റീജിയൻ അല്ലെങ്കിൽ ഈസ്റ്റേൺ റീജിയനിൽ അതിനെ പോപ്പുലർ ആക്കുന്നത്. അവർ അടയാറിൽ വന്നിട്ട് അവിടെ ഈ ഒരു തിയോസോഫിക്കൽ സൊസൈറ്റി ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ് ഹോം റൂൾ ലീഗിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു ചോദ്യം ചോദ്യം നോക്കാം. ദ ബുക്ക് സാർവജനിക് സത്യധർമ്മ വാസ് റിട്ടൺ ബൈ, ഇവിടെയുള്ള 4 ഓപ്ഷൻ ഉണ്ട്, ബട്ട് ദീസ് 4 ഓപ്ഷൻസ് ആർ റോങ് ഓപ്ഷൻസ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ജ്യോതിബ ഫൂലെ എന്നുള്ളതാണ്. ജ്യോതിബ ഫൂലെ അല്ലെങ്കിൽ ജ്യോതിറാവ് ഫൂലെ മഹാരാഷ്ട്രയിലെ റവല്യൂഷണറി ലീഡർ ആയിരുന്നു ഫൂലെ എന്ന് പറയുന്നത്. ഫൂലെയുടെ വർക്കാണ് സാർവജനിക് സത്യധർമ്മ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വർക്കാണ് ഗുലാംഗിരി എന്ന് പറയുന്നത്. ഗുലാംഗിരി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1873 ആൻഡ് സാർവജനിക് സത്യധർമ്മ എന്ന് പറയുന്ന വർക്ക് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1881. ആൻഡ് ഫൂലേനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വൈഫാണ് സാവിത്രി ബായ് ഫൂലെ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ചേർന്ന് മഹാരാഷ്ട്രയിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പുരോഗമനപരമായിട്ടുള്ള പ്രവർത്തികൾ ഈ ലോവർ ക്ലാസിൻ്റെയും വുമൻ്റെയും ഒക്കെ അപ്ലിഫ്റ്റ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത ഒരു ചോദ്യം ചോദ്യം എങ്ങനെയാണ്, ദ ബ്രിട്ടീഷ് റൂയിൻഡ് ദ ഇന്ത്യൻ എക്കണോമി ത്രൂ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ എക്കണോമി റൂയിൻ ചെയ്തു, അതിനകത്തൊരു സംശയമല്ല. ആ ഒരു പ്രോസസ്സ് നടന്നത് ത്രൂ കോൺക്വസ്റ്റ് ആയിരുന്നോ, ത്രൂ മൊണോപ്പൊളി ആയിരുന്നോ, ത്രൂ കോമ്പറ്റീഷൻ ആയിരുന്നോ, ത്രൂ ദ കസ്റ്റംസ് ആൻഡ് എക്സൈസ് ഡ്യൂട്ടീസ്? എല്ലാം ശരിയാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ എക്കണോമിയുടെ ആസ്പെക്റ്റിൽ ഇവിടെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് മൊണോപ്പൊളി എന്നുള്ളതാണ്. സോ മൊണോപ്പൊളിയിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ എക്കണോമിയെ റൂയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇവരുടെ കുത്തകയായിട്ട് ഇന്ത്യൻ എക്കണോമി മാറി എന്നുള്ളതാണ്. ഇനി അടുത്തത് അറിയാലോ, ഇന്ത്യയിലെ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്, ആർട്ടിസൻ, ഇങ്ങനെയുള്ള വീവിങ്, അതുപോലെയുള്ള സ്പിന്നിങ്, ഈ ഇൻഡസ്ട്രീനൊക്കെ ബ്രിട്ടീഷുകാർ തകർത്തിട്ട് അവസാനം ഈ മേഖല മൊത്തം അവരങ്ങോട്ട് കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്. ഇനി അടുത്തത്, point out the most important political association in India before 1885. 1885 ചെയ്യുന്നത് INC ഫോം ചെയ്യുന്നത്. സോ അതിന് മുൻപ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ഓൾ ഇന്ത്യ ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന വലിയൊരു മൂവ്മെൻറ്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം എന്നുള്ളത് ദ ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ബൈ. ആരാണ് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി ഫോം ചെയ്തിട്ടുള്ളത്? ഈ കൂട്ടത്തിൽ ലണ്ടനിൽ കൂടുതൽ ഉണ്ടായിരുന്ന ആരാന്ന് ആലോചിച്ചാൽ മതി. സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നോ, ദാദാഭായ് നവറോജി ആയിരുന്നോ, A.O. ഹ്യൂം ആയിരുന്നോ, ആനി ബെസന്റ് ആയിരുന്നോ? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, ദാദാഭായ് നവറോജി എന്നുള്ളതാണ്. അദ്ദേഹം ഒരുപാട് കാലം ഇംഗ്ലണ്ടിലായിരുന്നു ആൻഡ് ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിലേക്ക് എലക്ട് ചെയ്യപ്പെട്ടിട്ടൊക്കെ ഉള്ള ആളാണ് ദാദാഭായ് നവറോജി. ഹൗസ് ഓഫ് കോമൺസിൽ ഉണ്ടായിരുന്ന ആളാണ് ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ദാദാഭായ് നവറോജി ഈസ് ഓൾസോ നോൺ ആസ് ദി ഗ്രാൻഡ് ഓൾഡ് മെൻ ഓഫ് ഇന്ത്യ. കേട്ടിട്ടില്ലേ? ഇന്ത്യയുടെ വന്യവയോധികൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ആൻഡ് അദ്ദേഹം ഒരു പാസി റിഫോമർ കൂടി ആയിരുന്നു. അദ്ദേഹമാണ് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ഡ്രെയിൻ തിയറി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്. അതിനകത്താണ് ഈ ഒരു ഡ്രെയിൻ തിയറി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ ഡ്രെയിൻ തിയറി അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഒരു കമ്മീഷൻ്റെ മുൻപാകെയാണ്. ആ കമ്മീഷൻ്റെ പേരാണ് വെൽബി കമ്മീഷൻ. വെൽബി കമ്മീഷൻ.
എല്ലാം ഓർത്ത് വെക്കുക, എക്സാമിന് ആവശ്യമാവുന്ന സംഗതികളാണ്. ഇനി അടുത്ത ഒരു ചോദ്യമാണ്, ദ തേർഡ് സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് മദ്രാസ് വാസ് പ്രിസൈഡഡ് ഓവർ ബൈ. മദ്രാസിൽ നടന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂന്നാമത്തെ സെഷനിലെ പ്രസിഡന്റ് ആരായിരുന്നു, അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ്. WC ബാനർജി ആയിരുന്നോ, ആൽഫ്രഡ് വെബ് ആയിരുന്നോ, ദെൻ ആനന്ദ മോഹൻ ബോസ് ആണോ, ബദറുദ്ദീൻ തയ്യാബ്ജി ആണോ? നമുക്ക് എല്ലാവർക്കും അറിയാം 1885 INC ഫോം ചെയ്യുന്നത്. എവിടെ വെച്ചാണ് ഫോം ചെയ്യുന്നത്? INC വാസ് ഫോംഡ് അറ്റ് ബോംബെ തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ് എന്നുള്ളതാണ്. ആൻഡ് ആ സമയത്ത് INCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് WC ബാനർജി ആയിരുന്നു. ഇനി തൊട്ടടുത്ത വർഷം 1886 INCയുടെ സെഷൻ നടന്നിട്ടുണ്ടായിരുന്നത് ബോംബെ കഴിഞ്ഞ് അടുത്തത് കൽക്കട്ട ആയിരുന്നു. ആൻഡ് ഈ കൽക്കട്ടയിലെ സെഷനിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ദാറ്റ് വാസ് ദാദാഭായ് നവറോജി. ഓക്കെ, എങ്ങനെ പറയാൻ കാരണമുണ്ട്. ദെൻ 1887 മൂന്നാമത്തെ സെഷനിൽ ഇവിടുത്തെ പ്രസിഡന്റ് സെഷൻ നടന്നിട്ടുള്ളത് മദ്രാസ് ആയിരുന്നു. ആൻഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ബദറുദ്ദീൻ തയ്യാബ്ജി. അതായത് ഇവിടുത്തെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ആദ്യത്തെ സെഷനിൽ എന്ത് ചെയ്യുന്നു, ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ വരുന്നു. ദെൻ 886 പാസി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ വരുന്നു. ആൻഡ് 887 മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ വരുന്നു. ആൻഡ് 1888 INC സെഷൻ നടന്നിട്ടായിരുന്നത് അറ്റ് അലഹാബാദാണ്. ഓക്കെ, അലഹാബാദിലെ 888 സെഷനിലെ INCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ജോർജ് യൂൾ എന്നുള്ളതാണ്. സോ ഹി വാസ് ഫ്രം എ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ആ രീതിയിലൊക്കെ ഓർത്ത് വെക്കുക. ആൻഡ് നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. ദ റെസൊല്യൂഷൻ ഓൺ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് മൂവ്ഡ് ബൈ MK ഗാന്ധി വാസ് അഡോപ്റ്റഡ് അറ്റ് ദ സ്പെഷ്യൽ സെഷൻ ഹെൽഡ് അറ്റ്. അതായത് INCയുടെ സ്പെഷ്യൽ സെഷൻ നടത്തിയിട്ടാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920 ലോഞ്ച് ചെയ്യുന്നത്. ഗാന്ധിജിയാണ് ലോഞ്ച് ചെയ്യുന്നത്. ആ സെഷൻ എവിടെയാണ് നടന്നത് എന്നുള്ളതാണ്. ബോംബെ ആണോ, കൽക്കട്ടയാണോ, മദ്രാസ് ആണോ, പൂന ആണോ? ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കൽക്കട്ട എന്നുള്ളതാണ്. ഈ കൽക്കട്ടയിൽ ഈ ഒരു സെഷൻ നടന്നിരുന്നത് 1920 സെപ്റ്റംബർ മാസത്തിലാണ്. ആൻഡ് INCയുടെ നോർമൽ സെഷനുകൾ നടക്കാറുള്ളത് ഡിസംബർ മാസത്തിലാണ്. സോ 1920 INCയുടെ സെഷൻ, അതായത് ആദ്യം കൽക്കട്ടയിൽ ഒരു സെഷൻ വിളിച്ചിട്ട് അവിടെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ലോഞ്ച് ചെയ്തിരുന്നത്. പിന്നെ INCയുടെ നോർമൽ സെഷൻ 1920 ഡിസംബറിൽ നടന്നത് അറ്റ് നാഗ്പൂർ. ഓക്കെ, നാഗ്പൂരിൽ വെച്ചിട്ടാണ് INCയുടെ സെഷൻ നടന്നത്, നാഗ്പൂർ മഹാരാഷ്ട്രയിൽ. ഇനി അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ പാർട്ടി ഫൗണ്ടഡ് ഇൻ. ഇത് ആക്ച്വലി 1908 എന്നുള്ള ഇവിടെ സെറ്റ് ആവില്ല, കാരണം ഈ ഒരു ഫ്രീഡം ഓർ ഡെത്ത് എന്നുള്ള ഒരു ആശയമൊക്കെ വെച്ച് ഫോം ചെയ്തിട്ടുള്ള പാർട്ടി 1913 ആണ്. ഓക്കെ, 1913 വരുന്നത്. ആൻഡ് അവരുടെ ഐഡിയ സ്റ്റുഡ് ഫോർ ഫ്രീഡം ഓർ ഡെത്ത്. ഇങ്ങനെയാണ് ആസാദി ഓർ മൗത്ത് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ വന്നിട്ടുള്ളത് ആരെന്നുള്ളതാണ്. ഓപ്ഷൻ എ ജസ്റ്റിസ് പാർട്ടി, ഓപ്ഷൻ ബി സ്വരാജിസ്റ്റ് പാർട്ടി, ഓപ്ഷൻ സി ഗദർ പാർട്ടി, ഓപ്ഷൻ ഡി റാഡിക്കൽ പാർട്ടി. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഗദർ പാർട്ടി എന്നുള്ളതാണ്. 1913 ലാലാ ഹർദയാൽ, ഓക്കെ, ലാലാ ഹർദയാൽ, അതുപോലെ തന്നെ സോഹൻ സിംഗ് ബക്ന ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ഗദർ പാർട്ടി എവിടെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? അറ്റ് സാൻ ഫ്രാൻസിസ്കോയിൽ ഇവർ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇവരുടെ ഒരു ആശയമായിരുന്നു ഫ്രീഡം ഓർ മൗത്ത്, അല്ലെങ്കിൽ എന്താണ് ആസാദി ഓർ മൗത്ത് എന്നുള്ള ആ ഒരു ഐഡിയ. ഇനി നമുക്ക് നോക്കാം അടുത്ത ചോദ്യം. ദ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ വാസ് അഡോപ്റ്റഡ് അറ്റ്. എവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്? വാർധയിലാണോ, പൂനെയിലാണോ, ബോംബെയിലാണോ, മദ്രാസിലാണോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ബോംബെ എന്നുള്ളതാണ്. ആൻഡ് ആഗസ്റ്റ് ക്രാന്തി എന്നൊക്കെയാണ് എന്തിനറിയപ്പെടാറുള്ളത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ അറിയപ്പെടാറുള്ളത്. ഓഗസ്റ്റ് 8, 1942 ചെയ്തിട്ടുള്ളത് ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് 1942 ഓഗസ്റ്റ് 8. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഈ ഒരു സെഷനിലെ. പോയിന്റ് ഔട്ട് ദി ഫോളോയിങ് പേഴ്സൺസ്
the one who was not a member of the States Reorganization Commission of 1953. 1953 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, ആ കമ്മീഷനിലെ അംഗമല്ലാതിരുന്ന ആൾ ആര്? സയ്യിദ് ഫസൽ അലിയാണോ, VP മേനോനാണോ, HN കുൻസുറു ആണോ, KM പണിക്കറാണോ? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, VP മേനോൻ എന്നുള്ളതാണ്. VP മേനോൻ ഈ ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ എന്താണ് പറയല്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അതിനകത്തുള്ളൊരു മെമ്പർ ആയിരുന്നില്ല VP മേനോൻ എന്ന് പറയുന്നത്. ആൻഡ് VP മേനോൻ്റെ കോൺട്രിബ്യൂഷൻ വാസ് ദെയർ ഇൻ ദി ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനകത്താണ് VP മേനോൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നത്. ആൻഡ് ഈ ഒരു ഫസൽ അലി കമ്മീഷൻ എന്നുള്ളതാണ്. അതിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫസൽ അലി അധ്യക്ഷനും HN കുൻസുറു, KM പണിക്കർ ഇവരൊക്കെ ആയിരുന്നു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 20 ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. സെറ്റ് എക്സാം ഇനി ഫ്യൂ ഡേയ്സ് കൂടിയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ദ ബെസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ PYQ ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ തന്നെയാണ്. നിങ്ങൾ നന്നായിട്ട് PYQയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ വളരെ നിഷ്പ്രയാസം, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ സെറ്റ് എക്സാമിന് മാത്രമല്ല ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് മറ്റുള്ള ഈ പറഞ്ഞ നെറ്റ് പോലത്തെ എക്സാമുകളും HSST പോലത്തെ എക്സാമുകളും ഇങ്ങനെയുള്ള എക്സാമുകളിലൊക്കെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ പല രീതിയിൽ പല കോലത്തിൽ വരും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഞാൻ ലെങ്തി ആക്കുന്നില്ല, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത സെഷനുകൾ നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാ സെഷനുകളും കാണുക. ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള സെഷൻസ് കണ്ടിട്ടില്ല എങ്കിൽ അതും നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പഴയ സെഷൻസ് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടുന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു സെഷനിൽ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു, ബൈ.